മലയാളികളുടെ പ്രധാന കൈത്തൊഴിൽ മേഖലയാണ് മെഴുകുതിരി നിർമ്മാണം. മെഴുകുതിരി നിർമ്മാണത്തിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് ഇടപ്പള്ളി സ്വദേശിയായ ജിജോ ജോസഫ്. ചെറിയ രീതിയിൽ പിതാവ് തുടങ്ങിവെച്ച മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് ഇന്ന് ജിജോ ജോസഫിന്റെ പ്രധാന വരുമാന മാർഗമാണ്. മെഴുകുതിരി നിർമ്മാണത്തിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് ഇടപ്പള്ളി അഞ്ചുമന സ്വദേശിയായ ജിജോ ജോസഫ്. പിതാവ് ചെറിയ രീതിയിൽ തുടങ്ങിവെച്ച മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് ഇന്ന് ജിജോയാണ് നോക്കി നടത്തുന്നത്. വീട്ടുകാരുടെ പരിപൂർണ സഹായവും ജിജോ ജോസഫിന് ലഭിക്കുന്നുണ്ട്. വീടിനോട് ചേർന്ന് തന്നെയാണ് മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. തിരികൾ നിർമ്മിച്ച് പാക്ക് ചെയ്ത് കടകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെഴുകുതിരി നിർമ്മാണത്തിനായി സ്ത്രീകളാണ് കൂടുതലായും രംഗത്തുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ജോലിയായതിനാലാണ് സ്ത്രീകൾ കൂടുതലായും ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. മെഴുക് ചൂടാക്കി ഉരുക്കിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ അച്ചുകളിൽ ഒഴിച്ചാണ് തിരികൾ തയ്യാറാക്കുന്നത്. അച്ചുകളിൽ ഒഴിച്ചതിന് ശേഷം കട്ടയാവുന്നതിനായി വെള്ളത്തിൽ ഇട്ടുവെക്കും. നിമിഷ നേരങ്ങൾക്കകം മെഴുകുതിരി ഉപയോഗിക്കാൻ പാകത്തിൽ തയ്യാറാവും. പവർ കട്ടുകൾ കുറവായതും LED ലൈറ്റുകളുടെ അതിപ്രസരവും ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ജിജോ ജോസഫ് പറയുന്നു. ലാഭം കിട്ടുന്നുണ്ട്, പക്ഷേ അത്ര സെയിൽ ഇപ്പോൾ കുറവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ സീസണൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം പുറത്തുനിന്നാണ്. ഇപ്പം നൂല് തന്നെയാണ് ഈ മധുരയിൽ നിന്ന് എടുക്കണേ. ഇപ്പം മെഴുകാണെങ്കിൽ ഗവൺമെൻറ് കിട്ടുന്നുണ്ട്, കവറാണെങ്കിൽ ശിവാശിയിൽ നിന്ന് എടുക്കണേ. എല്ലാം ചെയ്യണം. ഇപ്പം മൊത്തം 7 പേരുണ്ട്. പള്ളികളിലാണ് കൂടുതലും ചെയ്യണം. എടപ്പള്ളിലും കല്ലൂരും കൂടുതലും ചെയ്യണം. ഇല്ല, ഡെയിലി ഉണ്ട്. പെരുന്നാൾ സീസണിൽ കൂടുതലുണ്ടാവും, ബാക്കിയുള്ള ടൈമിൽ കുറവായിരിക്കും. ഒരെണ്ണത്തിൽ 6 കണക്ക്. പിന്നെ ഇതുപോലത്തെ പാക്കറ്റിൽ കുറച്ച് കൂടുതലുണ്ടാവും. അതെ, ഡയറക്റ്റ് ഇവിടെ വന്ന് മേടിക്കുന്നവരുണ്ട്, ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 7 സ്ത്രീകളാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്തു വരുന്നത്. മെഴുകുതിരി നിർമ്മാണത്തിലെ എല്ലാ ജോലികളും ഇവർ തന്നെയാണ് ചെയ്യുന്നത്. എറണാകുളവും ആലുവയുമാണ് ഇവരുടെ പ്രധാന മാർക്കറ്റ്. സർക്കാർ സബ്സിഡിയോടെ നൽകുന്ന മെഴുകാണ് ഇവർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. മറ്റ് റോ മെറ്റീരിയലുകളായ തിരി മധുരയിൽ നിന്നും പാക്ക് ചെയ്യാൻ ആവശ്യമുള്ള കവറുകൾ ശിവകാശിയിൽ നിന്നുമാണ് എത്തിക്കുന്നത്. പള്ളിപ്പെരുന്നാളാണ് ഇവരുടെ പ്രധാന സീസൺ കാലം. ഇടപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാളിന് വൻതോതിലാണ് മെഴുകുതിരികൾ വിൽപ്പന നടക്കുന്നത്. ഓർഡറുകൾ അനുസരിച്ചും ഇവർ തിരികൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന തൊഴിലായതിനാൽ തൊഴിലാളി ക്ഷാമം ഈ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല എന്നതാണ് വസ്തുത. ചെറിയ രീതിയിൽ നടത്തിയാലും ജീവിക്കുവാനുള്ള വരുമാന മാർഗം ഇതിലൂടെ ലഭിക്കുന്നതിനാൽ ഈ രംഗത്തുള്ളവർക്ക് പരാതികൾ പൊതുവെ കുറവാണ്. അതിനാൽ ഇത്തരത്തിലുള്ള നിരവധി ചെറിയ യൂണിറ്റുകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്.